മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം. അപ്പൊ വിളിക്കാനുള്ളവരൊക്കെ വിളിക്ക്, പറയാനുള്ളവരോടൊക്കെ പറയും, നടക്കട്ടെ കാര്യങ്ങൾ നല്ല ഞെരിപ്പായിട്ട്. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് 2 മലയാളി കപ്പിൾസ് രംഗത്തെത്തിയിട്ടുണ്ട്. സത്യത്തിൽ സണ്ണി ചേച്ചിയൊക്കെ എന്ത് ഇതാണ് കളിക്കളം, ഇതാണ് കൊതിപ്പിക്കല്ലേ ഭഗവാനെ. ഇപ്പൊ സോഷ്യൽ മീഡിയ പറയുന്നത്. ഞാനല്ല, സോഷ്യൽ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇത് അറിയുന്നത് തന്നെ അല്ല. രോഹിത് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഞാൻ വിചാരിച്ചോലല്ല. ഞാനിത് പിന്നെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തർക്ക് ഇത് അനുഭവിക്കുന്ന പല രീതിയിൽ അതൊക്കെ പറഞ്ഞു തരാനൊന്നും പറ്റത്തൊന്നുമില്ല. ഞാനിത് നേരത്തെ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ഓഡിയോ അന്ന് കണ്ടപ്പോൾ ഓഡിയോ കേട്ടില്ലായിരുന്നു. അപ്പോൾ മലയാളികളാണെന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത്. വൈഷ്ണവി വാവാ വൈഷു, അതാണ് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ID. കൊള്ളാം, നന്നായിട്ടുണ്ട്. ചില ആപ്ലിക്കേഷനുകളിലൊക്കെ ഇവരുടെ വീഡിയോസ് ഒക്കെ കിട്ടുന്നതാണ്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ പൈസ കൊടുത്ത് ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഒന്നും പൈസ കൊടുത്ത് പോകുന്ന പരിപാടിയൊന്നും നമുക്കില്ല. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റുന്നു. ഇത് ഇംഗ്ലീഷുകാർക്ക് ചെയ്യാമെങ്കിൽ, ഹിന്ദിക്കാർക്ക് ചെയ്യാമെങ്കിൽ, മറ്റു സംസ്ഥാനങ്ങളിലുള്ളവർക്ക് ചെയ്യാമെങ്കിൽ അവർക്ക് എന്ത് ചെയ്തു? പക്ഷെ ഞാൻ പുറത്തുണ്ടാവും. ഇതൊരു കുടിൽ വ്യവസായമായിട്ട് ഒരു കാണുമായിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവും. ഇവര് ഭാര്യയും ഭർത്താവ് ഇത് ചെയ്യുന്നു. ഇത് ഷൂട്ട് ചെയ്യാൻ മൂന്നാമതൊരാളോടെ വേണ്ടേ? അത്രയും കടന്ന് ചിന്തിച്ചില്ല, ചിന്തിക്കണമല്ലോ. സാധാരണ ട്രെൻഡിങ് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവര് താരങ്ങളാ. രശ്മി ആർ നായർ താരമല്ല, അല്ലാതെ ഇത് ഒറ്റക്കെടുത്ത സെൽഫി വീഡിയോസ് അല്ല. ഞാൻ അതിനുവേണ്ടിയാണ് ഇത് കണ്ടു നോക്കിയത് പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ ട്രോളും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഞാൻ അതിനുവേണ്ടി ഒന്നും കണ്ടു നോക്കിയതൊന്നുമല്ല. ഞാൻ അവിചാരിതമായി കണ്ടുപോയതായത്. റേപ്പുകളൊക്കെ ഒഴിവാക്കാതെ അവന്റെ മൊബൈൽ സ്ക്രീനിൽ കിട്ടുന്ന ഒരു വീഡിയോ കണ്ട് അവനത് ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ല അത് നല്ലതല്ലേ? തീർച്ചയായിട്ടും. എവിടെ ചെന്നാലും ഒരു വക ആൾക്കാർ കണ്ട കേട്ടാ. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ല. വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ പറഞ്ഞത് മനസ്സിലാക്കണം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.